വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18. ഞാൻ ഈ ഷെഡ്യൂൾ ഒന്നുകൂടെ പറയാം. നോട്ടിഫിക്കേഷൻ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് election notices issued by the returning officers. November 14, 2025, Friday. Last date for filing nominations, November 21st, 2025, Friday. Scrutiny of nomination papers, November 22nd, 2025, Saturday. Date of polling, Trivandrum, Kollam, Pathanamthitta, Alappuzha, Kottayam, Idukki and Ernakulam districts, December 9th, Tuesday. Thrissur, Palakkad, Malappuram, Kozhikode, Wayanad, Kannur and Kasaragod districts, December 11th, 2025. Date of counting, December 13th, 2025, Saturday. Last date to complete the election process, December 18th, 2025, Thursday. Thank you. നമ്മളിപ്പോൾ നൽകിയിരിക്കുന്ന തീയതി അനുസരിച്ച് November 14th നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്, സപ്ലിമെൻ്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇല്ല, എല്ലാ കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷമാണ് കൺസേൺ അത് ഇയർമോ നിർദ്ദേശിക്കാതെ സൗകര്യം ഏർപ്പെടുത്താം. കഴിഞ്ഞ തവണ അത് 1800 ആയിരുന്നു. ഇത്തവണ നമ്മൾ അത് കണക്കെടുക്കുന്നതേ ഉള്ളൂ. അല്ല, അത് കഴിഞ്ഞു, അവസരം കഴിഞ്ഞു. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ പേര് ചേർക്കാമെന്നുള്ള വ്യവസ്ഥയുണ്ട്. പക്ഷേ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷനിൽ ഒരാൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 8th ഡേ ആണ് ഹിയറിങ്ങിന് വരുന്നത്. ഹിയറിങ് കഴിഞ്ഞതിന് ശേഷം അത് ഫൈനലൈസ് ചെയ്യുന്നതിനുള്ള സാവകാശം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഈ നോമിനേഷനും 10 ദിവസം മുമ്പ് ഈ നടപടികൾ അവസാനിപ്പിക്കുന്നത്. അപേക്ഷ കൊടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ അപേക്ഷ പരിശോധിക്കുന്നതും എല്ലാം ഇലക്ഷന് ശേഷമായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും. മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിയും. അതിനാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 14 തീയതി മുതൽ കൊടുക്കാം. 14 മുതൽ 21 വരെ. (2020) പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിരുന്ന ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് 4 തവണ ഒരു പുതുക്കലിന് വിധേയമാക്കിയിട്ടുണ്ട്. ഈ 4 തവണയും വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 2025 2 തവണയാണ് ഇലക്ഷൻ മുന്നോടിയായിട്ട് സമ്മറി റിവിഷൻ നടത്തിയത്. അവസാനം ഒരവസരം കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അല്ല, അത് ഓൾറെഡി സോർട്ടഡ് ഔട്ടാണ്. കാരണം അത് CEO-യും അതേപോലെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് CEO എങ്ങനെയാണ് BLM-മാരെ ക്രമീകരിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ട് ഉദ്യോഗസ്ഥരെ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കളക്ടർമാരൊന്നും തന്നെ ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരെ നമുക്കുണ്ടാകും. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ കഴിയും.
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. അത് സപ്ലിമെൻ്ററി കോഡ് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് ജില്ല തിരിച്ചും തദ്ദേശ സ്ഥാപന തലത്തിലുമുള്ള ഡീറ്റെയിൽസ് തരാം. അല്ല, മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ്, സർക്കാരിന് ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ അഭിപ്രായമോ ഉണ്ടാകുകയാണെങ്കിൽ അത് കമ്മീഷൻ പരിശോധിച്ചാണ് തീരുമാനമെടുക്കുന്നത്. അല്ല, പോളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് നടക്കുന്ന പോളിംഗ് സ്റ്റേഷന് ആണ് ഒരു സെൻറ്റർ ഓഫ് അതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, പോയിൻ്റ് ഓഫ് പോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ഡേ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് വേണ്ടത്. പ്രീ പോൾ ഡേയിലും പോൾ ഡേയിലും പ്രിസൈഡിംഗ് ഓഫീസർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ അത് കഴിയുന്നതോടുകൂടി ആ പോളിംഗ് കേന്ദ്രം ഒഴിവാകുകയാണ്. അടുത്ത ജില്ലകളിൽ നടക്കുന്ന പോളിങ്ങിനായി ക്രമീകരിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകൾക്ക് ഇതേ നിയന്ത്രണം ബാധകമായിരിക്കും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണ 1800-നും 2000-നും ഇടയ്ക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ കണക്കെടുക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ ക്യാമ്പയിൻ വരുന്ന സമയത്ത് ഈ കണക്കിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണമായിരിക്കും നമ്മൾ നടത്തുന്നത്.